Hello guys, welcome to Castlonder മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് 3 BHK. പടത്തിൽ അഭിനയം ചെയ്യുന്ന സിദ്ധാർത്ഥ്, ചൈത്ര അച്ചർ, ശരത് കുമാർ, ദേവയാനി, മീത ജഗന്നാഥ്, യോഗി ബാബു എന്നിവരാണ്. പിന്നെ വിവേക് പ്രസന്റ് ഈ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പറയാൻ മറന്നാലും സോറി. പടം ഡയറക്റ്റ് ശ്രീ ഗണേഷ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെയാണ് സിനിമയുടെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സിനിമറ്റോഗ്രഫി ബൈ ദിനേശ് കൃഷ്ണൻ, മ്യൂസിക് ബൈ അമൃത് രംനാഥ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മ്യൂസിക് ചെയ്ത ആളാണ്. പടത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈനർ വിനോദ് രാജ്കുമാർ എന്ന് പറയുന്ന ഒരാളാണ്. പ്രൊഡ്യൂസ്ഡ് ബൈ അരുൺ വിശ്വ. ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വർഷം കണ്ട പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളെന്ന് പറഞ്ഞാൽ യുകെയും ടൂറിസ്റ്റ് ഫാമിലിയും നരിവേട്ടയാണ്. അത് കഴിഞ്ഞാൽ ഈ പടത്തിന് ഞാൻ കൊടുക്കും ഇൻ മൈ ഒപ്പീനിയൻ ഫോർത്ത് ബെസ്റ്റ് മൂവി ഓഫ് 2025 എന്നതെന്ന് ഞാൻ പറയും. അത്യാവശ്യം നല്ല പടം. കംബാക്ക് സിദ്ധാർത്ഥണ്ണൻ കംബാക്ക് അടിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ്റെ പെർഫോമൻസ് സൂപ്പർ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരത് കുമാർ ആണെന്നെങ്കിലും മീതാരം നൽകുന്നത് മീൻസ് ഗുഡ് നൈറ്റ് എന്ന സിനിമയിലെ നായികയുടെ അംശമാണ്. ഈ സിനിമയിൽ സിദ്ധാർത്ഥൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. അടിപൊളിയായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ചൈത്ര ജാറ് എനിക്ക് ഇതിനു മുമ്പ് ഒരു പടത്തിന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റില്ല. അവർ നല്ലതായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ വേറെ പടം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ദേവയാനി യോഗി ബാബുവിനെ ഇടയ്ക്കിടയ്ക്കാണ് എന്നാൽ സെക്കൻഡ് ഹാഫിന് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അദ്ദേഹത്തെ കാണിച്ചു തുടങ്ങിയത്. അത് അദ്ദേഹം നൈസുകൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ സിനിമ റൈറ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അത് അത്യാവശ്യം സൂപ്പറായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി വാസ് സൂപ്പർ. ആർട്ട് ഡയറക്ടിങ് വിനോദ് രാജ്കുമാർ സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരുൺ വിശ്വ, യു ആർ ഡൺ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. യു ആർ ഡൺ എ സൂപ്പർ വർക്ക്. ഇങ്ങനത്തെ ഒരു സിനിമ ഇനിയും ഇതേപോലത്തെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഒരു ഒപ്പീനിയൻ. അമൃത് നാഥാണോന്ന് എനിക്കറിയില്ല. അവരുടെ നദാണോ അറിയാൻ എനിക്ക് പറയണേ. നാഥ് എന്നാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. അമൃത് അവരുടെ മ്യൂസിക് ആൻഡ് വീഡിയോ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ എനിക്കൊരു ആകെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അതിനകത്തിൽ 50 പറയുന്നത് ഐ വാച്ച്ഡ് എ സൂപ്പർ ഫിലിം. അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഒരു പേടിയില്ലാതെ കാണേണ്ട പടം. സിദ്ധാർത്ഥൻ്റെ ഒരു ഫാമിലി പടം കാണണം ആഗ്രഹമുണ്ടെങ്കിൽ അന്നൊന്ന് കണ്ട് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണും. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കണ്ടിയാണ് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് ഉറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറഞ്ഞ പ്രാവശ്യം അത് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ Castlonder മൂവി മീഡിയ.